എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ബാംഗ്ലൂർ വന്നതിൻ്റെ 2 എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇപ്പോൾ നമ്മൾ മെട്രോയിൽ കയറി വന്നത് എവിടെയൊക്കെയാണെന്ന് കണ്ടോ? ഐക്യ. നമുക്ക് മെട്രോയിൽ ഇരിക്കുമ്പോൾ തന്നെ ഐക്യ എത്തുമ്പോൾ കാണാൻ പറ്റും. ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ. അങ്ങനെ ഇപ്പം മെട്രോ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും രാവിലെയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സുല്ലുവിൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു, മോനെ നമ്മുടെ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഐക്യ 11 മണിക്കൊക്കെ അല്ലേ തുറക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പം എത്ര നാളെ അന്വേഷിച്ചപ്പോൾ 10 മണിക്ക് ഓപ്പൺ ആവും എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളിലേക്ക് കടന്നു. ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അധികം റഷൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. അപ്പം കഴിഞ്ഞ നമ്മളിതുപോലെ ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഐക്യയിൽ ഫുഡ് കോർട്ടിൽ വന്നപ്പം എന്തോ ഒരു റഷായിരുന്നു. ഇന്നിപ്പോൾ ആരും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ ചീസ് കേക്കും അതുപോലെ മീറ്റ് ബോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സുലുവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ ചീസ് കേക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് അത് വേണ്ട, മീറ്റ് ബോൾ പറഞ്ഞു. അപ്പോൾ സുലു പറഞ്ഞു, ഉമ്മ കഴിക്കണത് മാത്രമേ ഓർഡർ കൊടുക്കാവൂ, എന്നെ കണ്ടുകൊണ്ട് ഒന്നും ഓർഡർ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ടൊമാറ്റോ സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ അതും ഞാൻ ഓർഡർ കൊടുത്തു. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു, അത് കഴിക്കണമായിരുന്നു, അത് കുടിക്കണമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോവും. അങ്ങനെ വളരെ കുറച്ച് സംഭവങ്ങളെ വാങ്ങിച്ചുള്ളൂ. നിസാർക്കയ്ക്ക് ബോയിൽഡ് എഗ്ഗ് മതി എന്ന് പറഞ്ഞു. പിന്നെ ഈ മഫിൻ, അതും നിസാർക്കയ്ക്ക് ഇഷ്ടമുള്ളതാണ്. സുലു പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല കേട്ടോ. ഈ മധുരമില്ലാത്ത കുക്കീസ് നിസാർക്ക് എടുത്തതാണേ. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സും ഒരു ലാറ്റയാണ് എടുത്തത്. അപ്പം ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും കേട്ടോ. അപ്പം വേറെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ടെസ്റ്റ് ചെയ്യാനും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം അല്ലെങ്കിൽ ഇന്നലത്തെ മാതിരി പണി കിട്ടും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം സുൽത്താൻ്റെ ഇത് അവിടെ ഒരു റാക്കുണ്ട് കേട്ടോ, അവിടേക്ക് കൊണ്ട് വെക്കുകയാണ്. ശരിക്കിത് നല്ലൊരു സിസ്റ്റമാണ് കേട്ടോ, സെൽഫ് സർവീസ്. അപ്പോൾ അവിടെ കൊണ്ടുവച്ച ശേഷം പിന്നെ നമ്മളിതാ ഇനിയിപ്പോൾ നേരെ സാധനങ്ങളൊക്കെ നോക്കാനായിട്ട് പോകണം. ഫസ്റ്റ് തന്നെ ഇവിടെ ടോയ്യുടെ ഇവിടെ വന്നപ്പോഴേക്കും ഇത് കണ്ടോ, ഇത് ഒരുപാട് ഇങ്ങനെ നീരാളി ഒക്ടോപ്പസ് അതിങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയുണ്ട്. അപ്പം നിസാർക്ക് പറഞ്ഞു, എന്തായാലും സനമോൾക്ക് ഇതിന്ന് ഒരെണ്ണം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം അവിടെ കണ്ട അവരെ ഒന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ. അപ്പം ഈ സംഭവം ഞാൻ സുലുവിൻ്റെ അടുത്ത് പറഞ്ഞു, സുലു ഡാമേജ് ഒന്നും ഇല്ലാത്തത് നോക്കിയെടുക്കുമെന്ന് പറയുന്നത്. ഏത് സാധനമായാലും ഇങ്ങനെ ഒരുപാട് കിടക്കുമ്പോഴേക്കും നമ്മളത് നോക്കിയെടുത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് കണ്ടാൽ പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ ഐക്യയിൽ വന്നാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണിങ്ങനെ കുളിർമ കൊണ്ട് കോരിത്തരിക്കും. അപ്പം നമ്മളുടെ പല സാധനങ്ങൾ കാണുമ്പോഴേക്ക് നമ്മുടെ വ്യൂവേഴ്സിൽ പലരും എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഐക്യെന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് അവരെ ഐക്യ കണ്ടിട്ടില്ല എന്നൊക്കെ എൻ്റെ കയ്യിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കുന്നത് കേട്ടോ. ഐക്യ എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ്, കിച്ചൺ, ബെഡ്റൂം, ഹോള് എല്ലാം സെപ്പറേറ്റ് അവർ സെറ്റ് ചെയ്ത് തന്നെ കാണിക്കും. അപ്പോൾ ഓരോന്നിലും വച്ചിരിക്കുന്ന ഐറ്റത്തിൻ്റെ പ്രൈസ് ടാഗ് വരെ അതിലുണ്ടാവും. അപ്പം നമ്മൾ അതിലൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ കുറിച്ചെടുത്തിട്ട് നമുക്ക് താഴെ പോയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു എൻഡിൽ തന്നെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കും. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഫർണിച്ചർ വാങ്ങിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. അപ്പം ഐക്യയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഗുണമാണ് കേട്ടോ. ഈ ബാംഗ്ലൂരിലൊക്കെ ഉള്ളവർക്കൊന്ന് ഒരു ചെറിയ റൂമാണെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ നല്ല സൗകര്യമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ കോർണർ സെറ്റുള്ള കബോർഡൊക്കെ കിട്ടാൻ പാടാണ്. ഇവിടെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതും ആ ചെറിയൊരു സ്പേസിൽ അവർ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ശരിക്കും ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു പ്രാവശ്യം, ഇപ്പം ഐക്യൊക്കെ പല സ്ഥലത്തും ഉണ്ടല്ലോ, അപ്പം ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ എഞ്ചിനീയറിൻ്റെ അടുത്തോ ആരാണോ ചെയ്യിക്കുന്നത് അവരെടുത്ത് ഇന്ന സ്പേസിൽ ഇന്ന വേണം എന്ന് പറഞ്ഞ് ഫോട്ടോ ഉൾപ്പെടെ കാണിച്ച് നമുക്ക് നമ്മളുടെ മനസ്സിൽ ഇളങ്ങിയതുപോലെ സെറ്റ് ചെയ്യാം. കിച്ചൺ തന്നെ എത്ര ടൈപ്പ് ഉണ്ടെന്നറിയാമോ? അപ്പം ഞാൻ പറഞ്ഞു, എന്ത് ഭംഗിയുള്ള കിച്ചൺ അല്ലേ, ചെറുതാണെങ്കിലും എന്ന് പറഞ്ഞു. അപ്പം നിസാർക്ക് എൻ്റെ അടുത്ത് പറയായിരുന്നു, നീ ഉള്ള സാധനങ്ങളെല്ലാം വലിച്ച് വാങ്ങിച്ച് അവിടെ വെച്ചോണ്ടാണ് നമ്മുടെ കിച്ചൺ ഇത്ര ഭംഗിയില്ലാതെ പോകുന്നതെന്ന്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ ഒരു ബാസ്ക്കറ്റ്. പിന്നെ ഈ ബൗളൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉള്ളതാണ്. ഞാൻ കുക്കിങ്ങിനൊക്കെ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് എൻ്റെ കോർണറിൽ വെക്കുന്ന കബോർഡിനുള്ളിലുള്ള സംഭവമാണ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഐക്യയിലെ എല്ലാ പ്രൊഡക്റ്റും അത്ര ലാസ്റ്റ് ചെയ്യുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും അത്യാവശ്യം നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പം ഇവിടെ കിട്ടുന്ന വിലയ്ക്ക് ബെസ്റ്റ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഈ ലാഡർ, ഇതുപോലത്തെ ലാഡറാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടില്ലേ, ഈ സെയിം ലാഡറാണ്.
അത് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ സുൽത്താൻ ഇവിടെ നമ്മളൊരു ലാഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി എന്തൊരു ഭംഗിയാണെന്ന്. ശരിക്കും നമ്മളപ്പം വിചാരിക്കാം നമ്മളുടെ വീട്ടിലും ഇത്ര ചെറിയ ബെഡ്റൂം അല്ലേ, ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തുകൂടെ എന്ന് തോന്നും. കണ്ടോ ആ വില നോക്കിക്കേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ വിലയ്ക്കൊന്നും നമുക്ക് ഒരു രീതിയിൽ ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തോന്നും കേട്ടോ നമുക്ക് ഇങ്ങനെ വന്ന് കയറുമ്പോൾ തന്നെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു നമ്മളുടെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം എന്ന് വരെ നമുക്ക് നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കോർട്ട്യാർഡിൽ ഇടുന്ന കുഞ്ഞു ടേബിളും ചെയറും ഇതൊക്കെ നല്ല, ഞാൻ പറഞ്ഞില്ലേ, വളരെ വിലക്കുറവിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഡൈനിങ്ങിൽ വെക്കുന്ന ടേബിളാണ് കേട്ടോ, സൈഡിൽ വെക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ടൈപ്പ് ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിൽ പെപ്പർ ഫ്രൈയിൽ നോക്കിയപ്പോൾ നല്ല പൈസ കേട്ടോ. സംഭവമൊക്കെ നല്ല കിഡില്ലേ. അപ്പം ഞാൻ സാർക്ക് അടുത്ത് പറഞ്ഞു ഈ ഒരു ടൈപ്പ് നമുക്കൊന്ന് വാങ്ങി വെക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളുടെ ഇതുപോലത്തെ ഒക്കെ ബെഡ്, അതായത് ഇച്ചിരി കൂടെ വലിപ്പമുള്ള കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ ഡബിൾ കോട്ട് ബെഡും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ബെഡ് കണ്ടപ്പോൾ എനിക്കെങ്ങനെ സനമോളം ഓർമ്മ വന്നു കേട്ടോ. സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയൊക്കെ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ എന്തൊരു ക്യൂട്ടാണെന്ന് നോക്കിക്കേ. കുഞ്ഞുങ്ങളുടെ ബെഡിന് തന്നെ ഇപ്പം പ്രത്യേക മുറി ഒരുക്കുന്നവർക്ക് ഇതുപോലെയൊക്കെ അടിപൊളിയായിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതുപോലെ കുറേ ഡോളുണ്ട്. അപ്പം അതൊക്കെ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നവർക്ക് അവരെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എല്ലാം ഈ ഡോളിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ളത് തന്നെയാണ് കേട്ടോ, പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. അപ്പം എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അവർ ഇപ്പോൾ വായിലൊക്കെ വയ്ക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം തീരെ ക്വാളിറ്റി ഇല്ലാത്ത സംഭവം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാനേ പാടില്ല. ഇപ്പം രാവിലെ വന്നതുകൊണ്ട് തന്നെ വളരെ സാവകാശം ഓരോ നോക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഈ ഒരു ബാസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു സനമോൾക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ കൊള്ളാം. അപ്പം അങ്ങനെ അത് ഒരെണ്ണം എടുക്കാനാണെങ്കിൽ കുറേ എടുക്കാൻ കേട്ടോ. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കരുതിയാണ് അധികം ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റാത്തത്. ഇപ്പൊ കാറിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് ഷോപ്പിംഗ് നടത്തിയിട്ട് പോവാം കേട്ടോ. അപ്പം അടുത്ത് കിച്ചന്റെ ആ ഒരു ഏരിയയിലേക്ക് വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ പാൻ, പിന്നെ ഞാൻ കുറേ വാങ്ങിക്കണം എന്നൊക്കെ കരുതി വന്ന സംഭവങ്ങൾ പലതും ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കേട്ടോ. ഈ ഒരു പാൻ കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു വില. പക്ഷെ അത്ര ക്വാളിറ്റി ഇല്ല കേട്ടോ, ഭയങ്കര വെയിറ്റ് കുറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട്. പൈക്കാണെന്ന് കരുതി എല്ലാ സംഭവവും നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. അപ്പം ഈ ഒരു പാനൊക്കെ കൊള്ളാം കേട്ടോ. പക്ഷേ അത് ഈ പറഞ്ഞ മാതിരി ഇച്ചിരി വെയിറ്റ് ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് എടുത്തിട്ട് പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. അതാണ് ഞാൻ അതങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ പലരും എൻ്റെ അടുത്ത് കത്തി ചോദിക്കത്തില്ലേ. ഞാൻ വാങ്ങിയത് പോത്തീസിന്നാണ് കേട്ടോ. അതിനേക്കാളും കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള കത്തിയാണ് ഇതാ ഈ കാണുന്നത്. ഈ ഒരു ടൈപ്പ് എൻ്റെ കയ്യിൽ അല്ലാതെ തന്നെ ഉണ്ട്. പിന്നെ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഈ ഒരു മാറ്റ് നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ കമഴ്ത്തി വെക്കത്തില്ലേ, ആ ഗ്ലാസ് ബൗള് അങ്ങനെയൊക്കെ. അപ്പം ഈർപ്പം ഇതിലേക്ക് പിടിച്ചെടുക്കും കേട്ടോ. ഇത്രേ മാത്രമേ ഇതിൻ്റെ വിലയുള്ളൂ, 199 രൂപ. അതുപോലെ ഈ ഒരു ബ്രഷ്, ഇത് ഞാൻ നോക്കി നടക്കായിരുന്നു. നമ്മൾ കുപ്പിക്ക് അകമൊക്കെ കഴുകാനായിട്ട്. നമ്മുടെ നാട്ടിലുള്ള ബ്രഷ് എന്ന് പറയുമ്പോൾ ആ സ്പോഞ്ച് പെട്ടെന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ബൗള് പ്ലേറ്റ് അങ്ങനെ ആ ഏരിയയിലേക്ക് വന്നു. അപ്പം എനിക്കിത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് സെറ്റായിട്ട് എടുത്താലേ കാര്യമുള്ളൂ. പിന്നെ വൈറ്റ് വാങ്ങിക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച വൈറ്റ് അല്ല ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ അവിടേക്കാണ് ഞാൻ കുറേ സമയം സ്പെൻഡ് ചെയ്തത് കേട്ടോ. പിന്നെ എല്ലാം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇതൊക്കെ പില്ലോ, ബെഡ്, ആ ഒരു ഏരിയയാണേ. അത് തന്നെ എന്ത് കളർഫുൾ ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നറിയാവോ. അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനിടയിൽ ഒരു ബൗള് നോക്കി വെച്ചിരുന്നപ്പോൾ വേറെ ആരോ വന്ന്, ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. എടുത്തിട്ട് പോയപ്പോൾ സുലു അതിൽ സെർച്ച് ചെയ്യാനായിട്ടാ. അപ്പം നമ്മൾ നോക്കുന്ന സംഭവം ഞാൻ നോക്കിയത് ഇത് തന്നെയാണോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇതല്ല മോനെ, ഇതിൻ്റെ അടുത്ത സൈസാണ് ഞാൻ നോക്കിയതെന്ന് പറഞ്ഞു. അപ്പം അതവിടെ കാണിക്കുന്നില്ല. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വിട്ടേക്ക്, അല്ലെങ്കിലും അത് സെറ്റായിട്ട് എടുത്താലേ കൊള്ളാം. ഇത് കണ്ട ആ ഒരു കളർ തീം നോക്കിക്കേ, എന്തൊരു ഭംഗിയാണ്. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കും, നമ്മളുടെ ഒരു വീടിൻ്റെ ഒരു റൂം ഇതുപോലെ അറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ ഉള്ള ആ ഒരു വൈബ്, അതൊരു പ്രത്യേകത തന്നെയാണ്. ഇവിടെ നമ്മൾ ഫുൾ ഡേ നിന്നാൽ പോലും മടുക്കത്തില്ല കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. കാരണം കണ്ടാലും മടുക്കത്തില്ല. നമ്മളിങ്ങനെ ഓരോന്നും കണ്ടോണ്ടിരിക്കും. ഇത് ഞാൻ സുൽത്താൻ്റെ അവിടെ കണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കളറ് ചുറ്റി ഇതായിരിക്കും ഇവിടെ ഉള്ളതെന്ന്. അത് സുൽത്താൻ ഒരു ഹാൻഡ് വർക്ക് പോലെ ചെയ്തെടുത്തതാണ് കേട്ടോ അതിൽ. അപ്പം ഞാൻ ഇതൊരു 3 എടുത്ത്, ഒന്ന് മോൾക്ക്, ഒന്ന് നമ്മുടെ റിച്ചുവിന്, ഒന്ന് എനിക്ക്, അങ്ങനെ 3 ഫോൺ സ്റ്റാൻഡാണ് കേട്ടോ. അത് തന്നെ എന്തോ ഒരു ക്യൂട്ടാണെന്നറിയാവും. പിന്നെ ഇതുപോലെയുള്ള ഡോളൊക്കെ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാണ്.
പിന്നെ ബാംഗ്ലൂരിലൊക്കെ ഉള്ളവര് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ അവര് വീട്ടിൽ സാധനം എത്തിക്കും. അങ്ങനെയും ബുദ്ധിമുട്ടില്ല കേട്ടോ. അങ്ങനെ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സുലു ഭയങ്കര ഹറിബറി കാണിക്കും. ഉമ്മ എന്ത് അങ്ങനെ കയറണ്ട ഇങ്ങനെ കയറണ്ട എന്നൊക്കെ പറയും. പക്ഷെ ഇന്ന് അവൻ വളരെ നല്ല മൂഡിലായിരുന്നു. കാരണം ഇന്ന് എനിക്ക് രാത്രി പോകാനുള്ളതായതുകൊണ്ടേ. അപ്പൊ അവന് ലൈറ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ലൈറ്റിന്റെ ആ സെഷനിൽ വന്നതാണ്. കണ്ടോ, ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ നാട്ടിലാണെങ്കിലും ഹാങ്ങിങ് ലൈറ്റൊക്കെ വേണം എന്നുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം വെറൈറ്റിയിലെ ലൈറ്റൊക്കെ ആണെന്നറിയാവോ. അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര നല്ല എന്താ പറയാ, ഓരോ സെഷനിൽ വന്നാലും നമുക്ക് അത്രത്തോളം അങ്ങനെ കണ്ട് ആസ്വദിക്കാനുണ്ട്. നമ്മളൊന്ന് അവിടെ നിന്ന് നമ്മൾ ഇമാജിൻ ചെയ്യും കേട്ടോ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വച്ചാൽ എങ്ങനെ ഇരിക്കും, ഇതൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ. അത്ര ഭംഗിയാണ്. പിന്നെ വെള്ള ഇഷ്ടമുള്ളവർക്ക് വെള്ള ലൈറ്റ് തന്നെ ഇതാ പല തരത്തിലുണ്ട്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ വന്നത് ഇത് എൻ്റെ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഏരിയയാണ്. പൊതുവേ എനിക്കിങ്ങനെ ഈ ഫ്രഷ് ഫ്ലവേഴ്സ് അല്ലാത്തത് താല്പര്യമില്ല. പക്ഷെ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോഴേക്കും എനിക്ക് വാങ്ങിക്കാതിരിക്കാൻ തോന്നുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ഞാൻ ഫ്ലവറും പോട്ടും ഒക്കെ നോക്കി. അപ്പം പോട്ടിന് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലവറിനും ഉണ്ട്. എന്നാലും പോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട്, ഞാൻ അതങ്ങ് എടുത്തു. പിന്നെ അതുപോലെ ഒരു പ്ലാന്റും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ എടുത്തെന്ന് തന്നെ പറയാം. അപ്പോൾ ഇനിയിപ്പോൾ എന്താ കൗണ്ടറിലെത്തി. ഇനിയിപ്പോൾ ഇത് പേയ്മെൻറ്റ് കൊടുക്കണം. ഇനിയിപ്പോൾ അധികം സമയമൊന്നും ഇല്ല കേട്ടോ. അത് കണ്ട ഞാനിപ്പോൾ വെച്ചത് പ്ലേറ്റ് സ്റ്റാൻഡാണ് കേട്ടോ. ഒത്തിരി സമയമായിട്ടുണ്ട് കേട്ടോ. കാരണം രാവിലെ വന്നതല്ലേ. അപ്പോൾ ഫസ്റ്റ് കയറിയ കസ്റ്റമറാണ് നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഒന്ന് ഐസ്ക്രീം കഴിക്കാതെ പോകുന്നത് എങ്ങനെയാണ്. അപ്പം സുൽത്താൻ മൊഹിത്തോയും ഓർഡർ കൊടുത്തു. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ വന്ന് ഞാനിത് ഐസ്ക്രീമും മൊഹിത്തോയും ഒക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ സുൽത്താൻ പറഞ്ഞു എന്നാൽ പിന്നെ ഊബർ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്ക് ഊബർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഉള്ളിലേക്ക് വെക്കാണ്. പിന്നെ ഐക്യയിൽ മുൻപാണെങ്കിൽ ബാഗിലാക്കി അവർ തരുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ ബാഗിലാക്കിയൊന്നും തരത്തില്ല. ബാഗ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെയാണ്. പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാഗ് കേട്ടോ. അപ്പം കുറച്ച് വലിപ്പമുള്ള ബാഗാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി. ആ ബാസ്ക്കറ്റ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നിസാർക്ക് പറഞ്ഞു ഇതിനൊക്കെ എന്തോന്നിനാണ്, നീ നാട്ടിൽ കിട്ടാത്ത ബാസ്ക്കറ്റ് ആണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐക്യയുടെ ബാസ്ക്കറ്റ് എന്തായാലും നാട്ടിൽ കിട്ടത്തില്ല, എനിക്കത് വേണം എന്ന് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല. ആ ബാസ്ക്കറ്റ് എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ ഒരാളാണ് ഞാൻ എങ്ങോട്ട് മാറിയാലും സനമോളെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതെന്തോ എനിക്ക് അങ്ങനെ ആയി. ചക്കരേ ഉറക്കം വരുന്ന മോക്ക് മോക്ക് ഉറക്കം വരുന്ന മോള് കാറ്റ് പോയാ ചക്കരക്കുട്ടി. അങ്ങനെ നമ്മുടെ സനമുത്തിന്റെ അടുത്ത് സംസാരിച്ച് ഇതാ ഇവിടെ എത്തിയത് പോലും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇനിയിപ്പോൾ പെട്ടെന്ന് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കണം. ഇനി അധികം ടൈമില്ല. അപ്പോൾ സുലു പറയുന്നുണ്ട് ഉമ്മ ബാംഗ്ലൂരിലെ തിരക്കാണ്, ഉമ്മ ഇങ്ങനെ ലാവിഷായിട്ട് സാവേരി മട്ടിലൊന്നും നടക്കരുത്, പെട്ടെന്ന് റെഡി ആയിക്കോണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ബസ് മിസ്സായി പോകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുത്തു. പിന്നെ ബസ്സിലായതുകൊണ്ട് അങ്ങനെ അധികം താമസമൊന്നും ഉണ്ടായില്ല. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എന്താ പാക്ക് ചെയ്ത് അതൊന്നും കാണിക്കുന്നില്ല. ഇതാ നമ്മളിപ്പം ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഊബറിലാണ് നമ്മൾ പോണത്. അപ്പം സുലു പറഞ്ഞു സുലു ബൈക്കിൽ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞാൽ ശരി എന്നാൽ, കാരണം ഇങ്ങോട്ട് പിന്നെ അവന് തിരിച്ച് ബൈക്കിൽ തന്നെ വരാമല്ലോ. അപ്പം ഇവിടെ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ്, എങ്കിലും ട്രാഫിക് ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങണം, അല്ലെങ്കിൽ എത്താൻ പറ്റത്തില്ല എന്നത്. സുലു അടുത്തൂടെ പോകുന്നത് നോക്കിക്കേ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയത്. നീ ഷോർട്ട് കട്ട് വന്നാ ബസ് സ്റ്റോപ്പ് ഇതാണ് ബസ് സ്റ്റോപ്പ്. ഊബർ ആണെങ്കിൽ ബസ് സ്റ്റോപ്പിന്റെ കുറച്ച് ഇപ്പുറത്താണ് ഇറക്കി വിട്ടത് കേട്ടോ. അവിടെ നിന്ന് കുറച്ചൊന്ന് അങ്ങോട്ടേക്ക് ഞങ്ങൾ നടന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഇതാ നമ്മളുടെ ബസ് വന്നത്. കാരണം നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത് കേട്ടോ. അത്ര റഷായിട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ സുലുവിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് നമ്മൾ പോവാണ്. ഇപ്പൊ ഇവിടെ ആയാലും എവിടെ ആയാലും മക്കളെ യാത്ര പറഞ്ഞ് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരൊറ്റ ഉറക്കം ഉറങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ ബസ് ഒന്ന് രണ്ടിടത്ത് നിർത്തി, ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല. അപ്പോഴേക്ക് ഇതാ നമ്മളുടെ ട്രിവാൻഡ്രം സിറ്റി എത്തി. അപ്പോൾ അതൊരു പ്രത്യേക എന്തു പറയാൻ സന്തോഷമാണ് കേട്ടോ. എവിടെ പോയാലും നമ്മുടെ നാട് കാണുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്കും അങ്ങനെ തന്നെ അല്ലേ?
അങ്ങനെ ഇപ്പം ദാ നമ്മളുടെ തിരുവനന്തപുരം തമ്പാനൂരുള്ള നമ്മൾ എവിടെയാണോ കയറിയത് അവിടെയാണ് ഈ ബസ് കൊണ്ടുവന്ന് ഇറക്കുന്നത്. അപ്പം ഇതിനിടെ സലു ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട്. അവനും ഇവിടെ എത്തി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പം എത്തിയതേ ഉള്ളൂ കേട്ടോ. അപ്പം ആ കറക്റ്റ് ടൈമിങ് അറിയാമെന്നുള്ളത് കൊണ്ട് അവനും ബുദ്ധിമുട്ട് വന്നില്ല, നമ്മൾക്കും ബുദ്ധിമുട്ട് വന്നില്ല. അങ്ങനെ ഇപ്പോൾ ദാ നമ്മൾ സലുവിൻ്റെ കൂടെ വണ്ടിയിൽ കയറി ഇനിയിപ്പം നേരെ വീട്ടിലേക്കാണ് പോണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസത്തേക്ക് ഈ ഹറിബറി യാത്രയായിരുന്നുവെങ്കിലും ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം കല്യാണത്തിന് കൂടാൻ പറ്റി, അതിലുപരി എനിക്കിഷ്ടമുള്ള ഐക്കിയിൽ പോകാനും നമ്മുടെ സുലുവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞു. കാരണം മക്കളൊക്കെ എത്ര ദൂരത്താണെങ്കിലും ഈ പറഞ്ഞ മാതിരി നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് പോയി അവരുമായിട്ടൊക്കെ ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പം അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. കാരണം മക്കൾക്ക് എല്ലാവർക്കും എപ്പോഴും വരാൻ പറ്റിയെന്നൊന്നും വരത്തില്ലല്ലോ, അവർ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. നിങ്ങൾ ആരെങ്കിലും പാതിരാത്രി ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടോ? അപ്പൊ ദാ നിസാറിക്കയുടെ ബർത്ത്ഡേക്ക് സൽമാൻ എന്തോ ഓർഡർ കൊടുത്തത് ഡെലിവറി ബോയ് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ നിസാറിക്കാണെങ്കിൽ ഇങ്ങനെ ബർത്ത്ഡേ അങ്ങനെയൊന്നും പറഞ്ഞ് വലിയ ഒരു എന്ത് പറയാൻ അങ്ങനെ ഒരു താല്പര്യമുള്ള ആളൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇവിടെ മക്കൾ അങ്ങനെ അല്ല കേട്ടോ. മക്കള് ഈ നിസാറിക്കയുടെ ബർത്ത്ഡേ വന്നാൽ ഇതുപോലെയൊക്കെയാണ് ചെയ്യുന്നത്. അയ്യടാ, ഞാനേ സോഫ ഇരുന്നൊന്ന് മയങ്ങിപ്പോയേ. മയങ്ങിട്ട് നോക്കിയിട്ട് ഞാൻ സ്വപ്നം കാണാ. മണി എത്രയും മണി നോക്കിയേ, രാത്രി 10:30 മണിയായി. ഹാപ്പി ബർത്ത്ഡേ. നീ എവിടെ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിട്ടെ, ഞാൻ ഈ സോഫ ഇരുന്ന് അങ്ങ് മയങ്ങിപ്പോയതാണ് കേട്ടാ. വര് നല്ല ഉറക്കം. സലു വരട്ടെ. ഉറങ്ങാത്തത് അവിടെ ഞാൻ ഇവിടെ രാത്രി 10:45 ബർത്ത്ഡേ പോയി ഉറങ്ങി. ഇത് എന്റെ വക, എന്റെ ഇക്കാടെ വക, ഇത് സുൽത്താക്കയുടെ വക. അല്ല വാപ്പ ഇനി വാപ്പ ഓരോ പ്രാവശ്യം ഇതില് തസ്ബി ചൊല്ലുമ്പം നമുക്ക് എല്ലാവർക്കും ഗുണം കിട്ടും. ഇതിന്റെ ഇടയിൽ ഒരാളൊരു കാര്യം പറഞ്ഞു, അടിപൊളി പായസമായിരുന്നു. ഇതിന് വാപ്പ പള്ളിയിലോട്ട് പോകുമ്പം പൂശി നടക്കാം. പല ആൾക്കാര് ചോദിക്കില്ലേ ഇത് എവിടെ നിന്ന് ചോദിക്കുമ്പോ പറയാം മക്കള് ഗിഫ്റ്റായിട്ട് അവ തറ. നിനക്ക് അതിന് ശമ്പളം ഉണ്ടായിരിച്ചു അത്തറ് ഇതൊക്കെ വാങ്ങിക്കാൻ? നമ്മുടെ സുൽത്താൻ മോന്റെ സമ്മാനമാണ്. വേറൊരു കാര്യം, സുൽത്താൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്നു. സുൽത്താനും സൽമാനും കൂടി സെറ്റ് തന്നു, അത് അവന് തന്നെ കൊടുത്തു. അതല്ല, ചേർന്നിട്ട് വാപ്പാക്ക് ഒരു ഫോൺ വാങ്ങിക്കാനായിട്ട് S23. പക്ഷേ അത് നടന്നില്ല. പൈസ പോയി, സുൽത്താന്റെ പൈസ പോയി. ഇത് ചെയ്യുന്നു പറയുന്നു. സൽമാനിക്കാകില്ല. ഓൺലൈനിൽ പൈസ വെച്ച സാധനം കിട്ടിയില്ല, പൈസ പോവുകയും ചെയ്തു. അത് ഫ്രോഡായിരുന്ന ടെക്നിക്കൽ എന്റെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ട്, പേന. എല്ലാം ഉപയോഗമുള്ള ഗിഫ്റ്റ്സ് ആണ് ഇപ്രാവശ്യം. ഇനി എല്ലാം വെക്കാം, ഇത് പോക്കറ്റിലും വെക്കാം, ഇത് കയ്യിലും തുറന്ന് വയ്ക്കാം, എപ്പോഴും തസ്ബീഹ് ചൊല്ലാം, അത്രയും പൂശാം. ചില്ലറക്കാരനല്ലാന്ന് അറിയും ആൾക്കാര്. അപ്പം ഒരു ജീവനില്ലാതിരിക്കുന്നു. ഇല്ല അവിടെ. ഓ സിനിമ കാണാൻ പോയി. പായസം കുടിക്കാൻ ഒരു ഗ്ലാസ് പായസം ഓൾറെഡി കുടിച്ച ആളാണേ. അല്ലല്ല, സൽമാൻ ഇതിനിടയിൽ എന്തെന്നോ വരുത്തിച്ചല്ല. എന്തുവാ മോളെ അത്? അത് രാത്രിയത്തെ ഡിന്നർ. എടേ കൊണ്ടുപോ മോളെ. എനിക്ക് വയ്യ.
എന്നാലും സൽമാനിക്കായും സുൽത്താനും ഒക്കെ ചെയ്തത് ഓക്കെ. പക്ഷെ നമ്മളെ റിച്ചുമാൻ ശമ്പളം ഇല്ലാതെ റിച്ചു കാർഡ് ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നില്ലല്ലോ. അപ്പൊ നിസാറിക്കാക്ക് ഫോണിന് വേണ്ടിട്ട് സുൽത്താൻ പൈസ കൊടുത്തു, പൈസ പോയി അല്ലേ? ഓൺലൈനിൽ പൈസ കുറച്ചാണ്, കാർഡിൽ പൈസ വരെ എടുക്കും. പക്ഷേ പൈസ സാധനം വന്നില്ല. ഈ സമയത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരുണ്ടാവും? അല്ല പാപ്പ എപ്പോഴാ ജനിച്ചത്? ഈ സമയത്തല്ലേ? രാത്രിയല്ലേ? എനിക്കത് നോക്കിയില്ല, സൈൻ നോക്കി. ചോദിച്ചതല്ലേ ഇതൊക്കെ? വാട്ട് ഇസ് ദിസ്? ഞാൻ ടൈം നോക്കി. എനിക്ക് അറിഞ്ഞൂടേ. കൊണ്ടുവാ, എല്ലാം കൊണ്ടുവാ. മയണൈസ് അല്ലേ അത്? ഇങ്ങോട്ട് പോയി മോനെ റിച്ചു, ഈ ടേബിളിൽ നിന്ന് സാധനം ഒന്ന് മാറ്റിക്കേ. മിൽക്ക് കേക്ക് ആണ്. ഇത്ര വലിയ ഓ വലിയ പുട്ട് പോലെ ഇരിക്കുന്നു. മിൽക്ക് ആയിരിക്കുന്നേ ഉള്ളൂ. നന്നായിടേ, വലിയ കേക്കൊന്നും ഓർഡർ കൊടുക്കാതെ. ഇതൊക്കെ കണ്ടോണ്ട് ഇതാ നമ്മുടെ ഒരു കുട്ടി ഇവിടെ ഇരിക്കുകയാണ്. ഇതൊന്നും എടേ നീ എന്താ കൊടുക്കണത്? ഛർദിച്ചു വരുവാ. നീ എന്താ തൈര് തരും സനമോളെ? സനമോള് ഇതൊന്നും കാണാൻ പറ്റണ്ട. അവിടെ സന പറയും ഇതിനുള്ള തൈര് ഞാൻ തരാം. സന പറയും ഉമ്മ അടപ്പം കിട്ടും. പാർട്ടി മുകളിലോട്ട് മുത്തൊഴിക്കണോ? ഓ പുറത്തുകൂടെ എല്ലാ ഭാഗത്തോട്ട് കേക്കിന് ഫുള്ള് കേക്കിന് പുറത്ത്. ഇത് നമ്മള് പുട്ടും അതിലൂടെ പാല് വിടുന്ന പോലെ അല്ല. പാല് മാത്രം കുടിക്കാൻ പറ്റുമോ? ഹാപ്പി കണ്ടല്ലേ സ്നേഹം കണ്ട എന്റെ ഒരു താഴെ. ഇളയ മോനല്ലേ ഇത് കുടിക്കട്ടോ? ഡ്രിങ്ക് ഭാവിന്ന് വേണ്ട, മൂത്ത മോക്കും. അത് നക്കിയത്. അടുത്ത മൂത്ത മോന്. നീ ഇതിന്റെ ഇടയിൽ നമുക്കൊരു മോനുണ്ട്. അത് ഡെലിവറി ചെയ്ത് കൊടുക്കാം. പിന്നെന്താ, നിങ്ങളുടെ ഒരു കൊച്ചു മോളുണ്ട്. ആ കൊച്ചു മോൾക്ക് കൊടുക്കും. എനിക്ക് മോളെന്ന് ആ മോക്ക് കഴിക്കാൻ പോകില്ല. ഭയങ്കര സ്വീറ്റ്. പിന്നെ നമ്മുടെ ഒരു മോള് ഇവിടെ ഉണ്ട്. സനമോളെ, സനമോളെ, ബാബുജിന്റെ കേക്ക് ഇടുന്ന്. സനക്കുട്ടി, ബാബുജി കേക്ക് കഴിക്കണ്ടേ? കൊള്ളാല്ലേ? അപ്പൊ ഇനിയിപ്പോ നമ്മളുടെ ഡിന്നർ എന്താണ്ടേ ഓർഡർ കൊടുത്തത്? അപ്പം അതൊന്നും നമ്മൾ കാണിക്കണില്ല. നമ്മൾ പോയി മണി കണ്ടല്ലോ എത്രയായെന്ന്. ഇവരെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നോണ്ടാണ് ഈ ഒരു ടൈം ആയത്. അപ്പം നമ്മുടെ നിസാറിക്കയെ പോലെ പാതിരാക്കി ബർത്ത്ഡേ ആഘോഷിച്ച ആരും ഉണ്ടാവില്ല. അതായത് ബർത്ത്ഡേ ഇന്ന് രാവിലെ ഹാപ്പി ബർത്ത്ഡേ. ആഘോഷങ്ങളൊന്നുമില്ല. എല്ലാവരും നിസാറിക്കയുടെ ദീർഘായുസിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക അല്ലെ? ആരോഗ്യത്തിനും ദീർഘായുസ്. എല്ലാ ദിവസവും വിഷ് ചെയ്ത എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ കൊതിച്ചു പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുക.